സാരീസിന് എന്താണ് ഇത്രയും വില എന്ന് ഓർക്കാറുണ്ടല്ലേ. ടിഷ്യൂ സാരി, ടിഷ്യൂവിന്റെ ഫുൾ ഇങ്ങനെ തിളങ്ങില്ലേ, അതാണ് ഇപ്പൊ ഇവരും ചെയ്തോണ്ടിരിക്കുന്നത്. ഒരു സാരി നെയ്യാൻ ഇങ്ങനത്തെ ഒരു സാരി നെയ്യാൻ 8 ദിവസം എടുക്കുന്നു. ഇതില് 6 സാരി വരുന്നത് അല്ലേ? ഇതിങ്ങനെ ഇട്ടിട്ട് കറക്കിയിട്ടാണ് അത് 6 ആള് വേണം കറക്കിയെടുക്കാൻ. 6 ആള്. കൂത്താമ്പള്ളി വില്ലേജിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 2 സൈഡിലും ഒരു ഫുള്ളിനി ഹാൻഡ്ലൂം ഷോപ്സിൻ്റെ ഹോർഡിങ്സ് ആയിരിക്കും, അഡ്വർടൈസ്മെൻറ്റ്സ് കംപ്ലീറ്റ് ഇവിടുന്ന് അറ്റം വരെ ഓരോ കടകളുടെയാണ് ആഡാണ്. രണ്ട് സൈഡിൽ നോക്കിയേ, ബോർഡാണ് നമുക്ക്. ഇതൊക്കെ കൂത്താമ്പള്ളി വില്ലേജാണ്. ഇവിടൊക്കെ ഓരോ മുക്കിലും മൂലയിലും ടെക്സ്റ്റൈൽ ഷോപ്സ് ഉണ്ട്. GK ഹാൻഡ്ലൂംസ് ഹോൾസെയിൽസ് ഷോപ്പ് ഇവിടെ മുഴുവൻ ഇത് തന്നെയാണ്. തന്നെയല്ലേ? ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഇപ്പുറത്ത് വീണ്ടും ലെഫ്റ്റില്, വീണ്ടും ഇവിടെ ഇത്ര കടകളാണ് ഹാൻഡ്ലൂംസിന്റെ. എനിക്ക് തോന്നുന്നു കേരള സാരീസ് ആയിരിക്കും കൂടുതലല്ലേ രമേശ്? അല്ലേ? ഹാൻഡ്ലൂം കേരള കൂടുതലും ഹാൻഡ്ലൂമാണല്ലേ. നെയ്ത്ത് എവിടെയെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് നിർത്താം. അവരെന്താ പറഞ്ഞ ഈ റോഡ് ഡെഡ് എൻഡ് ആണോ? മറ്റേ അമ്പലത്തിനടുത്തുള്ള വീടുകളിലൊക്കെ നെയ്യുന്നുണ്ടെന്നാ പറഞ്ഞത്. നോക്കാം, ഉണ്ടെങ്കിൽ നോക്കാം. എത്ര നേരമായി കടകൾ. ഇത് 2 സൈഡിലും വിനായക ഹാൻഡ്ലൂംസ്, രാധികാസ് ഹോൾസെയിൽ, ധൃതി ഹാൻഡ്ലൂം. വരുന്നവർക്കൊക്കെ കൺഫ്യൂഷൻ ആവില്ലേ? അതാണ്. ഒരുപാട് പേര് കല്യാണ സാരികൾ ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര്. ഇത് ആടി സെയിൽ. ഇവിടെ ആടി സെയിൽ ഒത്തിരി എന്ത് വലിയ കടകളാ ഇതൊക്കെ. തീരുന്നില്ല ഇതൊന്നും. വരുന്നുണ്ട് രമേശേട്ടാ. ഈ മലയാളീസ് ഇല്ലേ, കേരള സാരി ആണല്ലോ മലയാളീസ് കൊടുക്കുന്നത്. അപ്പൊ അവരിങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാനും മറ്റേ മന്ത്രകോടി അതൊക്കെ അവര് കേരള സാരി അല്ലേ എടുക്കുന്നത്. ഹാൻഡ്ലൂം സാരീസാ, കേരള ഹാൻഡ്ലൂം സാരീസ്. അപ്പൊ അതെടുക്കാനായിട്ട് ബൾക്കായിട്ട് എടുക്കാൻ ഇവിടെ വരും. വീണ്ടും കട. ഞങ്ങൾ അവസാനം നെയ്യുന്ന സ്ഥലം കണ്ടുപിടിച്ചു, അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ നെയ്യുന്നത് കാണാൻ പറ്റുമോ? പോയാൽ നേരെ കാണുന്നത്. ഓക്കെ, താങ്ക് യു. ശരിക്കും ഒരു ഗ്രാമപ്രദേശം അല്ലേ? കാറ് വളയ്ക്കാൻ പറ്റുമോ തിരിച്ച്? എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 6 എണ്ണം. നിങ്ങൾക്ക് ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 50 എണ്ണം ഉണ്ടോ? അതെയോ? ബാക്കിയൊക്കെ കമ്മിയായി. ഇപ്പൊ വീട്ടിൽ ഓരോ ആൾക്കാരും ആണോ? ഞാനിപ്പോ നിൽക്കുന്നത് കൂത്താമ്പള്ളിയിലാണ്. അവിടെ ഒരു നെയ്ത്ത് ഗ്രാമം. കൂത്താമ്പള്ളി എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, അതൊരു നെയ്ത്ത് ഗ്രാമമാണ്. ഇവിടെ ഒരുപാട് വീടുകളിൽ നെയ്ത്ത് ഉണ്ടായിരുന്നു, ഇപ്പൊ കുറഞ്ഞു അല്ലേ? ടിഷ്യൂ സാരി, ടിഷ്യൂവിന്റെ ഫുൾ ഇങ്ങനെ തിളങ്ങില്ലേ, അതാണ് ഇപ്പൊ ഇവരും ചെയ്തോണ്ടിരിക്കുന്നത്. ടിഷ്യൂ സാരി ഇതിലെ എല്ലാം ഫുള്ള് വരുന്നു. ഇതില് ഒരിട ഈ കോട്ടൺ ഇതും വരും, ടിഷ്യൂ. ഇങ്ങനെ ഊടും പാവും എന്ന് പറയില്ലേ, അതില് ഊട് 2000 ഇഴ വരും. ഇതിൽ 1000 ഊട് വരും, 1000 കസവ് വരും. ഇതില് 1000 കസവ്. ഇതില് 2000 ഇങ്ങനെ വരും. 2000 സാധാ കോട്ടൺ. ഇത് സൈൻസ് കോട്ടൺ.
പിന്നീട് മുറിച്ചാൽ ഊടും പാവും എന്ന് പറയുന്ന ബനാറസിൽ നമ്മൾ പോയപ്പം താനാബാന അതാണ് അതിപ്പോൾ ഓർമ്മ വരുന്നത്. അവിടുത്തെ ഒരു കറി നമ്മൾ കണ്ടില്ലേ. ഇതേതായിരുന്നു? ഇത് കഴിഞ്ഞു ഇപ്പോൾ ലാസ്റ്റായി. ഇനി ഒരേ ഇഴ എടുത്തിട്ട് ഞങ്ങൾ ഇനി അതിൽ കറക്കിയിട്ട് വേണം ഇതിലേക്ക് കയറ്റാനായിട്ട് അല്ലേ. അപ്പൊ ഇങ്ങനെയും കൂടെ ഉള്ളത് വരും. ഓപ്പോസിറ്റ് സൈഡിലേക്ക് അങ്ങനെ വരും. അതിൽ ഇതുപോലെ കറക്കിയിട്ട് വേണം ഇനി അത് കൊണ്ടുവരുന്നത്. അതിന് വേറൊരു അമ്മ വരും എടുക്കാൻ. അത് വെയിറ്റിന് വേണ്ടിയിട്ട് ഒരു മണലിങ്ങനെ ഒരു വെയിറ്റ് ഇട്ടിട്ടാണ് ഞങ്ങൾക്കത് ഒരേപോലെ ഇടണം. ഈ ഒരു വീട്ടില് തന്നെ എത്ര 50 കറികളുണ്ട് അല്ലേ? ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലത്തും അവിടെ ഒരു 50 കറികളുണ്ട്. ഇവിടെ തന്നെ 10-15 ഇവിടെ തന്നെ 10-15 ഇവിടെ ഉണ്ട്. 10 വീട്ടിൽ ഇറങ്ങില്ല. അവിടെ 3-4 അങ്ങനെ. പിന്നെ തറവാട്ടിൽ ആണോ? ഇവിടെ തന്നെ ഒരു 15 കറികളുണ്ടെന്നാ പറയുന്നത്. ഒരു ദിവസം എത്ര സാരി വെച്ച് ചെയ്യാൻ പറ്റും? 3 ദിവസം ഒരു സാരിയാവും. ഒരു സാരി 3 ദിവസമാവും. ഇത് കോർത്ത് നെയ്യണമെങ്കിൽ 6 ദിവസം 8 ദിവസമാവും. ഈ സാരിയാവും. ഇത് കൈത്തറിയല്ലേ, പാൻറ്റും പ്യൂർ. ഇത് നെയ്യണമെങ്കിൽ ഓരേ ഇതിലേക്കും കണ്ടോ. ഇത് ടെമ്പിൾ ബോർഡർ സെറ്റ് സാരി ആണ്. ഇത് 8 ദിവസമൊക്കെ ആവും. നമ്മളെപ്പോഴും ഹാൻഡ്ലൂം സാരീസിന് കാഞ്ചീപുരം സാരി ആവട്ടെ, കൈത്തറി നമ്മുടെ കേരള സാരി ആവട്ടെ, എപ്പോഴും ഹാൻഡ്ലൂം സാരീസിന് എന്താണ് ഇത്രയും വില എന്ന് ഓർക്കാറുണ്ടല്ലേ. 8,000-7,000 രൂപയൊക്കെ ആവാറുണ്ട്. അത് തീർച്ചയായിട്ടും അതിൻ്റെ വില അത്രയും ഉണ്ടെന്ന് ഇപ്പം മനസ്സിലാവും നമുക്കിത് കാണുമ്പോൾ. ഒരു സാരി നെയ്യാൻ ഇങ്ങനത്തെ ഒരു സാരി നെയ്യാൻ 8 ദിവസം എടുക്കുന്നു. ഫുൾ ഡേ അല്ലേ? 8 ഫുൾ ഡേ ഇന്ന് ഇങ്ങനെ നെയ്ത് കഴിഞ്ഞാലാണ്, അതും അവരത് റീറ്റെയിലിന് കൊടുത്തു കഴിഞ്ഞാണ് അവരുടെ കയ്യിൽ നിന്നാണ് ഈ 7,000-8,000 കൊടുക്കുന്നത്. അപ്പോൾ ഈ നെയ്ത്തുകാർക്ക് എത്ര രൂപയാണ് ആകെ കിട്ടുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. നമ്മളിപ്പം എപ്പോഴും പറയും സാരീസിന് ഇതിനൊക്കെ ഇത്രയും വിലയോ ഒന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ ചോദിക്കും, ബാർഗെയിനൊക്കെ ചെയ്യും നമ്മൾ വാങ്ങിക്കുമ്പോൾ അല്ലേ. പക്ഷേ ഇവിടെ വന്ന് ഈ ബുദ്ധിമുട്ട് കാണുമ്പോഴാണ് ഇവരുടെ ആ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാവുന്നത്. നേരെ മറിച്ച് മെഷീൻ സാരീസൊക്കെ പെട്ടെന്നാവും. ഹാൻഡ്ലൂം സാരീസിന് സാധാ സാരീസ് ഉണ്ടല്ലോ 3 ദിവസം കൊണ്ടാണ് ഒരു സാരി കംപ്ലീറ്റ് ആവുന്നത്. സാധാ സാരി ചെറിയ മുട്ടാവശ്യം തന്നെയാണ്. ഇങ്ങനെ പ്ലെയിൻ സാരികൾ നെയ്യുമ്പോഴാണ് ഒരു 2 ദിവസം എടുക്കാം. പ്ലെയിൻ സാരികൾ കസവ് മാത്രമേ, അതായത് വേർപ്പൊന്നും ഇല്ലാത്തത്. ഒരു കാര്യം മാത്രമേ ഉണ്ടാവും. ഇത് തൊട്ടാ മനസ്സിലാവും ഒറിജിനൽ ഇതാണെന്ന്. ഹാൻഡ്ലൂം കസവ് കോട്ടനാണ്. ഒരു കഞ്ഞിയിലിട്ടിട്ടാണ്, പ്യൂർ കോട്ടനാണ്. ഞങ്ങൾ ചോറ് വയ്ക്കില്ലേ, ആ കഞ്ഞിയിലിട്ടിട്ടാണ് ഞങ്ങൾ നെയ്യുന്നത്. ഓക്കെ. ഇവിടെ സെയിം സാരി ഉണ്ടോ? എത്ര രൂപയാവും? ചവിട്ടുമ്പോഴാണ് ഈ ഡിസൈൻ വരുന്നത് അല്ലേ? അല്ലാത്തപ്പോൾ ഇത് ഇങ്ങനെ നെയ്യുമ്പോഴാണ് ഇത് ഇങ്ങോട്ടേക്ക് അല്ലേ ഡിസൈൻ വരുമ്പോൾ അവിടെ ചവിട്ടണം. അത് ഡിസൈൻ വരുമ്പോൾ ഇവിടെ ചവിട്ടിയിട്ട് ഇപ്പം ഇത് ചവിട്ടി ഒന്നിങ്ങനെ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ആക്കി. അപ്പോൾ അതിൻ്റെ കണക്കൊക്കെ കൃത്യമായിട്ട് അറിയണമല്ലോ എത്ര എണ്ണം വരും. ഈ കോമ്പിനേഷൻ എന്ത് ഭംഗിയാണ്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷൻ കസവ്, മെറൂൺ ആൻഡ് ബ്ലാക്ക്. ഈ ഗ്രാമത്തിൽ 2000-ഓളം നെയ്ത്തുകാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ. 2000-ഓളം കറികളുണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അന്നത്തെ ആൾക്കാരുടെ മക്കളാരും നെയ്യുന്നില്ല. ഇത് തന്നെയാണ് എല്ലാ ജോലികളുടെയും അപ്പോൾ അവരവരുടെ മക്കളെയൊക്കെ ഈ ജോലി അല്ലാതെ വേറെ പല ജോലികളും വിളിച്ചിട്ട് അവർ പോയി. അപ്പോൾ ഇത് അറിയുന്നവരുമില്ല. ഇത് പഠിച്ചു വരുന്നവരാണെങ്കിൽ അവർക്ക് ആവശ്യത്തിന് ശമ്പളം കിട്ടുന്നില്ല. അങ്ങനെ നമ്മുടെ ഹാൻഡ്ലൂം നിന്ന് പോകുന്ന അവസ്ഥയിലാണ്. സെറ്റ് മുണ്ടാണോ? ഓ നല്ല ഭംഗിയുണ്ടല്ലോ. മുണ്ട് അല്ലേ? രക്ഷയില്ല. ഇതിന് ഭംഗി ഒന്നും പറയാനില്ല കേട്ടോ.
ഇതില് 6 സാരി വരുന്നു അല്ലേ? ഇതിങ്ങനെ ഇട്ടിട്ട് കറക്കി എടുത്തിട്ടാണ്. അത് ആറാള് വേണം അത് കറക്കി എടുക്കാൻ 6 ആള്. ടോട്ടല് ഞങ്ങൾ ആണോ? അത് കൊണ്ടുവന്നിട്ടാണ് ഇള പിടിപ്പിക്കുക. ഒരേടെടുത്തിട്ട് പിടിപ്പിക്കണം. ഇതും അതിലില്ല, ഞാൻ കാണിച്ചില്ല ലാസ്റ്റ്. അതൊന്നും ഒരേടെടുത്ത് പിടിപ്പിക്കണം. ഇത്രയും കുറെ ആൾക്കാർ പണിയാണ്. എന്നിട്ടാണ് നമ്മള് ഓരോ കടകളിലും പോയിട്ട് ബാർഗെയിനൊക്കെ ചെയ്ത് ചോദിക്കുന്നത്. ഇത് നിങ്ങൾ നെയ്തല്ലേ? അല്ല, ബാലരാമപുരത്ത് നമുക്കൊരു തന്ത ഒരു 85 വയസ്സായ ആളുണ്ട്. കൊറോണയ്ക്ക് തൊഴിലില്ല. അപ്പൊ ആൾക്ക് ഞാൻ ഇവിടെ നയിച്ചു കൊടുത്തിട്ട് ഇതിന്റെ പ്രത്യേകത കൈ കൊണ്ട്. പിന്നെ ഇതിന്റെ പ്രത്യേക ബാക്ക് അറിയില്ല, അവിടുത്തെ നെയ്ത്തിന്റെ പറ്റിയാണ്. ഉണക്കപ്പാവെന്ന് കേട്ടിട്ടില്ലേ? ഇത് ഉണക്കപ്പാവാണ്. ഇതിന്റെ പ്രത്യേകത ഇതാണ്. ഇത് ഏകദേശം ഒരു 15 ദിവസം ഒരു സാരി കേട്ടോ. 15 ദിവസം കൊണ്ടാണ് ഈ 85 വയസ്സ് ഇത് കഴിഞ്ഞാൽ ഇതില്ല, ഈ തൊഴിലില്ല. ഇവിടെ നെയ്ത്തുകാരൊക്കെ 50 വയസ്സിന്റെ മുകളിലുള്ളതാണ്. മാക്സിമം ഒരു 10-20 കൊല്ലം കഴിഞ്ഞാൽ തരി കഴിഞ്ഞു നെയ്ത്ത്. പിന്നെ നമ്മള് ഒരിക്കലും ഹാൻഡ്ലൂം സാരീസ് ഉടുക്കാൻ കിട്ടില്ല. നിങ്ങൾ ആർക്കെങ്കിലും, ഈവൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എൻ്റെ അമ്മ അന്നത്തെ കാലത്ത് അമ്മയുടെ കല്യാണ സാരി ആയിട്ട് ഉടുത്ത സാരി ഉണ്ടല്ലോ, ആ അത്രയും പ്യുവർ ആയിട്ടുള്ള സാരീസ് ഇപ്പൊ കിട്ടാനില്ല. ഇതൊക്കെ ആയിരിക്കും അതിന്റെ റീസൺ. ഞാൻ ഇത് എടുക്കുകയാണ്. ഈ ടെമ്പിൾ ഡിസൈനിന്റെ സംഭവം ആണോ? 22,000 രണ്ട് കൈയും 2 കാലും കൂടി ചലിച്ചാലേ ഒരു സാരി ആവുള്ളൂ. ഇതിൽ 6 ആൾ കൂടെയും വേണം. ഒരാളെ കൊണ്ട് സാധിക്കില്ല. അത് ടെമ്പിൾ വർക്കൊക്കെ പിന്നെയും കൂടുതൽ വർക്ക്. 2 സൈഡും 22,000 പ്രദേശമാണ്. ഒരു സാരിന്റെ 7-11 കിലോമീറ്റർ വരുന്നവരാണ്. ഞാൻ 2015 ടെക്സ്റ്റൈൽസ് മിനിസ്റ്റർ സിവിൽ ഹ്യൂമാനിറ്റികളെ അവാർഡ് വാങ്ങിയതാണ്. 12 വയസ്സിൽ തുടങ്ങിയതാണ്. 40 വർഷം വേണം. ഇവിടെ ഈ ഏരിയയിൽ വന്നപ്പോ തന്നെ സാറിന്റെ പേര് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ അയച്ച ആളും കൂടി എനിക്കാണ് നെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരാൾ അയച്ചില്ല, അവര് എനിക്കാണ് നെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? കൊറോണ ആയിട്ട് കുറെ തരികൾ പോയി. ആകെ ഒരു 110 തരികൾ കിട്ടാൻ വേണ്ടി അതിൽ 40 ആള് ഞാൻ തൊഴിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. പണ്ട് 2000 പേരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പാരമ്പര്യ തൊഴിലല്ലേ? ഞങ്ങള് 2 ആളും നെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ 4-5 തരം അങ്ങനെ കൂട്ടി നമ്മളിപ്പോ ഇപ്പോഴാണ് ഒരു 5 മാസമായിട്ട് പുറത്ത്. മക്കളാണ് മകന് അബുദാബി പാലസിലായിരുന്നു. അപ്പൊ തന്നെ ഇതിൽ തന്നെ വന്നു. ഈ ഫീൽഡിൽ തിരിച്ചു വന്നു. പിന്നെ ഞാൻ എന്റെ മക്കളും കൂടി ചെയ്യുന്നുണ്ട്. നന്നായി, നല്ല കാര്യം. ഇങ്ങനത്തെ സംഭവങ്ങൾ ഇനി ഭാവിയിൽ ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ? പിന്നെ എന്റെ മോള് ഫാഷൻ ടെക്നോളജി കിട്ടി പഠിച്ചതാണ്. വെരി ഗുഡ്. അത് പഠിച്ച് ഐഡിയാസ് ഒക്കെ ഇതിലേക്കും കൂടെ. പുള്ളിക്കാരത്തിയും കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട്. പുള്ളി അവര് പൗർവമ ചെയ്യുന്നുണ്ട്. ഫാസ്റ്റ് പറഞ്ഞാൽ ഇത് എടുക്കുന്ന ഇതിന് 10 എണ്ണം കിട്ടും. ഇതിന്റെ അന്തരം എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ബ്രോയിലർ കോഴി 40 ദിവസം കൊണ്ട് 2 കിലോ ആവും. ഇത് നാടൻ കോഴിയാണ്, 1 കൊല്ലം കൊണ്ട് 1 കിലോ ആവുള്ളൂ. അതാണ് അന്തരം. പക്ഷെ അതിന്റെ വാല്യൂ ഇതിനുണ്ടാവും. അത് ശരിക്കും കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴാണ് ആ ടിഷ്യൂ കണ്ടില്ലേ മാം? അത് ഇപ്പൊ കൈ നിങ്ങൾ തൊട്ടറിയും. ഇതാ മിഷന്റെ. മിഷന്റെ അല്ല, അതാ മനസ്സിലായി. മിഷന്റെ അത്രയും അറിയാം. നമ്മളെപ്പോഴും ഒക്കെ മിക്കപ്പോഴും വാങ്ങുന്നതൊക്കെ മിഷന്റെ ആണ്. എപ്പോഴും ഉടുക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് വില കുറവെന്ന് പറഞ്ഞ് മിഷന്റെ വാങ്ങും. ബട്ട് ഇതൊക്കെ ഒന്നും പറയാനില്ല. ഇത് ഞാനിത് എടുത്തു. എന്റെ മോള് ഡിസൈൻ ചെയ്തിട്ട് മോള് ഡിസൈൻ ചെയ്യുന്നതാണ്. അത് മോളാണത്. ഇത് എടുക്കുകയാണ്. ഈ ടെമ്പിൾ ഡിസൈനിന്റെ സംഭവം. ഇവരുടെ കടയുടെ പേര് സുപ്രിയ വീവേഴ്സ് എന്നാണ് കേട്ടോ. കൂത്താമ്പുള്ളിയിൽ ആർക്കെങ്കിലും വന്ന് കാണണമെങ്കിലോ അല്ലെങ്കിൽ സാരീസ് വാങ്ങണമെങ്കിലോ കണ്ടാൽ മാത്രം പോരാ കേട്ടോ. വന്നാൽ ഒരു ചെറിയ സാരിയെങ്കിലും എടുത്താൽ നല്ലതല്ലേ? എന്തായാലും നല്ല ഒരു കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. സുപ്രിയ വീവേഴ്സ് എന്നാണ് കടയുടെ പേര്. കൂത്താമ്പള്ളിയിൽ വരുന്നവർ വന്ന് കാണും കേട്ടോ. യെസ് വരിക്കാശ്ശേരി മന. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് വീട്ടിലെത്തി.
നല്ല ദിവസമായിരുന്നു അല്ലേ? You had your dinner? Yes. Dosha, I think, isn't it?